ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മനോഹരമായിരിക്കുന്നതായ ഒരു നല്ലൊരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മെ സഹായിച്ച് കൃപയ്ക്ക് നമുക്ക് ദൈവത്തെ നന്ദിർപ്പിക്കാം. മിഷൻ 7 ഒരുക്കുന്നതായ ഈ പ്രഭാത ഡിവോഷനിലേക്ക് നിങ്ങളേവരും ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ചിന്തിപ്പന്നൊക്കെയുള്ളത് തിരുവെഴുത്തുകളെ പരിശോധിക്കുക, അനുസരണം ഉള്ളവർ ആയിരിക്കുക. സ്തോത്രം. തിരുവെഴുത്തുകളെ നാം പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്നതായ അനേകം മക്കൾ അനുസരണം ഇല്ലാത്ത മക്കളായിക്കൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം അനുസരണമുള്ള മക്കളാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം തിരുവെഴുത്തുകളെ ശോധന ചെയ്യണമെന്ന് പറയുകയാണ്. ഇവിടെ തരുന്നതായ വേദവാക്യം യോഹന്നാൻ 7-ാം അധ്യായം 17-ാമത്തെ വാക്യം: ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നാം നിലകൊള്ളേണ്ട ഏറ്റവും അത്യാവശ്യ ഘടകം തന്നെയാണ്. ദൈവ ഇഷ്ടം അറിയുവാനും ചെയ്യുവാനും വേണ്ടി വിനയത്തോടും പ്രാർത്ഥനയോടും കൂടി തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നവർ അവർ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തോടുള്ള അവരുടെ കടപ്പാടുകളിൽ ഒരു സംശയം അവർക്കില്ല. ഞാൻ ദൈവത്തെ അറിയുവാൻ തൊക്കണം ആഗ്രഹിക്കുന്നു, ദൈവവചനം അറിയുവാൻ തൊക്കണം ആഗ്രഹിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ പാതിൽ കൂടി ജീവിപ്പാൻ തൊക്കണം ആഗ്രഹിക്കുന്നു, ദൈവം എന്ത് എന്നോട് പറഞ്ഞോ അത് ചെയ്യുവാൻ തൊക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു വ്യക്തി മനസ്സിലാക്കണം, അവർ അവരുടേതായ ജീവിതശൈലിയിൽ ഒരിക്കലും അവർ സംശയിക്കേണ്ടി വരില്ല എന്ന് കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ ഉപദേശം അറിയും. ഞാൻ നിങ്ങൾ ദൈവത്തിന് ഇഷ്ടം ചെയ്ത് മാത്രം ജീവിക്കാൻ തൊക്കണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവ ഇഷ്ടം എന്താണോ അത് ഞാൻ നിങ്ങളും അറിയുവാൻ തൊക്കണം ഇടയായിട്ട് മാറും. ദൈവത്തിൻ്റെ വചനം ഒരു സത്യക്രിസ്ത്യാനിയുടെ പരിശോധന അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറഞ്ഞത്, യേശു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. പ്രിയമുള്ള ശ്രോതാക്കളെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. അപ്പം ഞാൻ നിങ്ങളും ആ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം പറഞ്ഞതായ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം കാത്തുകൊള്ളണം. ആ കൽപ്പനയ്ക്ക് യാതൊരു മാറ്റവും എന്ത് ചെയ്യാൻ പാടില്ല, നാം വരുത്തുവാൻ തൊക്കണം പാടില്ല. ഇവിടെ ദൈവ കൽപ്പനയോടുള്ളതായ നമ്മുടെ അനുസരണം വെളിച്ചത്തിൽ വിശുദ്ധന്മാരോടൊത്തുള്ള നമ്മുടെ അവകാശത്തിനും തെളിവാണ്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനയോടുള്ളതായ നമ്മുടെ അനുസരണം അത് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീകമായ ജീവിതത്തിന് ഏറ്റവും നന്മ പകരുന്നതായ ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ ലോകം ഇന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ കൽപ്പന പറഞ്ഞായ കാര്യങ്ങളെ ഇന്ന് ലോകത്ത് ജീവിക്കുന്നതായ അനേക മക്കൾ അതിനെ മാറ്റിവെക്കുന്നതായിട്ട് കാണുന്നു. അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് അവർ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ സത്യത്തിൻ്റെ അനുസരണത്തോടെ അതിനെ വിശുദ്ധീകരണത്തിനായി പക്ഷേ ക്രിസ്ത്യാനികൾ അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കിരീടം ധരിക്കേണ്ടതിനായി അവർ കുരിശ് ചുമക്കേണ്ടിയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമായി കർത്താവായ യേശുക്രിസ്തു ഒരു ജീവൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടം നാം പ്രാപിക്കണമെങ്കിൽ നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശ് നമ്മൾ ചുമക്കണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ എന്തിനു വന്നു, ആർക്ക് വേണ്ടി വന്നു നാം ചിന്തിക്കണം. കർത്താവായ യേശുക്രിസ്തു ആ കാൽവരിയുടെ കൊലക്കളത്തിൽ ആർക്ക് വേണ്ടി യാഗമായിട്ട് മാറി? എന്നെയും നിങ്ങളെയും വീണ്ടുകൊള്ളുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ആ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായിട്ട് മാറി. ആ കർത്താവായ യേശുക്രിസ്തു നൽകിയതായ മാതൃക, ആ ദൈവ കൽപ്പന നാം പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യ ഘടകം തന്നെയാണ്. കാര്യം നാം ദിനംപ്രതി തിരുവെഴുത്തുകളെ നാം പരിശോധിക്കണം. ദിനംപ്രതി നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുസരണത്തെ കൊണ്ടുവരാൻ തൊക്കണം സാധ്യമായിട്ട് മാറും. ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നു, നമ്മൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ നിസ്സാര എന്ന് വിളിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ വായിൽ നിന്നുണ്ട് ആ ഒരു വാക്ക് പലപ്പോഴും വരുന്നു. അത് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ദിനംപ്രതി നാം വചനം പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതലായി ദൈവത്തെ അറിയുവാൻ തൊക്കണം സാധ്യമെന്ന് മാറും. ദൈവം എങ്ങനെ ഈ ഭൂമിയിൽ
എന്നോട് ജീവിക്കാൻ തൊക്കണം പറഞ്ഞോ, അതിന് പ്രകാരം എനിക്ക് ജീവിക്കാൻ തൊക്കണം സാധ്യമായിട്ട് മാറും. ഇവിടെ വിശ്വാസത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും നിയമം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ബൈബിൾ മാത്രമാണ്. തീർച്ചയായിട്ടും ബൈബിൾ വ്യക്തമായിട്ട് വായിക്കുന്ന, ബൈബിൾ വ്യക്തമായിട്ട് പഠിക്കുന്ന, ബൈബിൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പാപവും ചെയ്യാതെ ജീവിക്കാൻ തൊക്കണം കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെ അവരെ പഠിപ്പിക്കുന്നു. ഇവിടെ ബൈബിൾ സത്യമാണ്, ബൈബിൾ മാത്രമാണ് സത്യം. ഇവിടെ ബൈബിൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ കൽപ്പനകളെ, ആ ന്യായവിധികളെ നാം മനസ്സിലാക്കുമ്പോൾ അത് ന്യായവിധിയുടെ പരിശോധനയിൽ നിലനിൽക്കുന്നതായ ഒരു കാര്യമാണ് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും. അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഈ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുന്നതായ ഒരു ദിവസമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം നാം നിരന്തരം പഠിക്കണം, വായിക്കണം. കാര്യം ഇപ്പോൾ ജീവനോടെ ഞാൻ ശേഷിക്കുമ്പോൾ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതായ കാര്യങ്ങളെല്ലാം ദൈവഗതമാണോ അല്ലയോ എന്ന് നാം വ്യക്തമായിട്ട് പരിശോധിക്കണം. കാരണം ഇവിടെ ദൈവവചനത്തെ മാറ്റിമറിക്കാൻ നോക്കണം നമുക്കൊരിക്കലും അനുവാദമില്ല. അപ്പോൾ ഇന്നത്തെ ലോകത്തിലെ കർത്താവിൻ്റെ വചനത്തെ മാറ്റി മറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം ഒരിക്കലും ഒരു മനുഷ്യനും മാറ്റിമറിക്കാൻ നോക്കണം സാധ്യമല്ല. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ വചനം മാറ്റിമറിക്കാതെ ദൈവം പറഞ്ഞ പ്രകാരം കർത്താവിൻ്റെ തിരുവെഴുത്തുകളെ നാം പരിശോധിച്ച് അനുസരണമക്കളായി ജീവിക്കുക. ആ ഒരു ജീവനം പ്രാപിപ്പാൻ നോക്കണം ദൈവം നമ്മേരും ഒരുക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല സമയത്തിന് സ്തോത്രം കർത്താവേ, തന്നതായ ഈ പ്രഭാത വചനം ഞങ്ങൾ കർത്താവ് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ വചനങ്ങളെ പഠിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ നോക്കണം. അങ്ങനെ ഞങ്ങൾ ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്ക് മാറാം, കേട്ട മക്കളെയും അനുഗ്രഹിക്ക് മാറണം. യേശുക്രിസ്തു മഹത്വമുള്ള നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണം നല്ല പിതാവായ ദൈവമേ. ആമേൻ.